ചേച്ചി എല്ലാരും നമ്മളോട് ചോദിക്കൂല്ലേ ചേച്ചി ഉണ്ടാകുന്ന രുചികരമായ ഭക്ഷണം അവർക്ക് കൂടി കൊടുക്കൂന്ന്. അതിനിപ്പോ എന്താ വരാൻ പറ. അവര് വരുമ്പോ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? അതിനല്ലേ നമ്മൾ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞേ. പോരാത്തന് ഇവര് നമ്മുടെ വിരുന്നുകാരും കൂടിയല്ലേ. അപ്പൊ വിരുന്നുകാർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ആ ഗിഫ്റ്റ് ഞാൻ തന്നിരിക്കും. അതെന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നേ? TV. അതെങ്ങനെ? അതെങ്ങനെയാന്ന് വെച്ചാ ഈ താഴെ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, അതങ്ങ് സേവ് ആക്കി വെച്ചോ. എന്നിട്ട് ഞങ്ങളുടെ എപ്പിസോഡ് വരുമ്പോ അത് കാണണം. കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 പേർക്ക് അതങ്ങ് ഷെയർ ചെയ്യണം. അത് ഷെയർ ചെയ്തത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഞങ്ങൾക്ക് അയച്ചു തരണം. അപ്പോ ഞങ്ങള് അതിന്ന് ഒരാളെ സെലക്ട് ചെയ്തിരിക്കും. എന്ത് ടിവിയാ? ഞാൻ പറയാം. കേരളത്തിലെ പ്രമുഖ ഡിജിറ്റൽ റീറ്റെയിൽ ചെയിൻ ഔട്ട്ലെറ്റായ ഈസി സ്റ്റോർ നൽകുന്ന LED TV. അപ്പൊ എല്ലാവരും വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോ. We are waiting for you. എന്റെ ചെമ്മീൻ സൂപ്പർ അമ്മായി. സരിതേ, എടീ എന്റെ ചക്കര മുത്തേ, ഞാൻ ഓടി വാ. ഓടി വന്നു പോരെ. വന്ന് നിനക്ക് പറ്റിയ മീൻ ഞാൻ വാങ്ങിട്ട് വന്നു. ചെമ്മീൻ. അടിപൊളി. മിടിക്കി. ഇന്നെന്താ സ്നേഹത്തിലുള്ള വിളിയൊക്കെ ചക്കര മുത്തേന്നൊക്കെ? ഇന്ന് എനിക്ക് നോക്കിയപ്പോ ഞാൻ കാഴ്ച കണ്ടവരുന്നല്ലോ. കാഴ്ച കണ്ട ആൾക്കാരെ നല്ലതായിരുന്നു. കണി കണ്ട ആൾക്കാർ നല്ലതായിരുന്നു. അല്ല, ഞാൻ കാഴ്ചയാണ് കണ്ടത്. കാഴ്ച കണ്ടത് നല്ലതായിരുന്നു. കണി ഇന്നൊന്നും അല്ല. ആണോ? എവിടെ എന്റെ ചെമ്മീൻ? ഇതാ കണ്ട. അടിപൊളി, സൂപ്പർ. അമ്മായി എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്താ? എന്നെ സരിത മോളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേ, സ്നേഹത്തിൽ വിളിച്ചു കഴിഞ്ഞപ്പോ ഞാനങ്ങ് മയങ്ങി വീണ്. അപ്പൊ അത് കാരണം ഞാൻ മറ്റേ പാത്രം എടുക്കാൻ മറന്നു. ആ സ്നേഹത്തിന്റെ വിളിയിലോട്ടൊക്കെ കേറിപ്പോയി ഞാൻ. അപ്പൊ ഞാൻ വേറെ 2 വഴക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ നീ എടുത്തോണ്ട് പാത്രമൊക്കെ എടുത്ത് ലോലോ എന്ന് പറഞ്ഞ വരത്തുള്ളായിരുന്നു. എടുത്തരും. അപ്പൊ ശരി, ഞാൻ എടുത്തോണ്ട് വരാം. ഉരുളി മാത്രം മതിയാ മോളെ? മതി. ഓക്കെ, ഞാൻ പോണേ. എന്ത് ചെയ്യണ? മറ്റേ വാഴല വാട്ടി തന്നാ മതി. ഞാൻ അവിടെ വാഴലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, അതങ്ങ് വാട്ടി തന്നാ മതി. പിന്നെ കുരുമുളക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? കുരുമുളക് കഴുകി വെച്ചാ മതി അമ്മായി. ഓ, മാളു. ഓ, കുരുമുളക് ചതച്ചാ? ഇല്ല. അല്ല അമ്മായി, ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇങ്ങനെ ഇട്ട് ചതയ്ക്കൂ? ഓ, ആ നെട്ടോടുകൂടി തന്നെ ആളെ കഞ്ഞി
അതൊന്നും എടുത്തു വെച്ചില്ലല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അമ്മായിക്ക് അറിഞ്ഞൂടെ? ചേച്ചി അത് ചെയ്തില്ല. ആ ദേ ഈ തണ്ട് കളയണോ? തണ്ട് ആരെങ്കിലും ഇടൂ എന്റെ മാളു. അല്ല, അത് ഇങ്ങനെ ഇടിച്ചിട്ടെടുത്ത് കളയാമല്ലോ. എന്തിനാ ഇരട്ടിപ്പടി കാണിക്കുന്നേ? ഇപ്പൊ എന്ത് ചെയ്യണം? കുരുമുളക് എനിക്ക് ചതച്ചു തരണം. അതെനിക്ക് മനസ്സിലായി. ഈ ഉണ്ടായിട്ടിരിക്കുന്ന സാധനം പിച്ചിടണോ? മാറ് മാളു മാറ്, നീ എന്നെ പ്രാന്ത് തെറ്റിക്കും പോ. അല്ല, ഇത് പിച്ചിടണോ? ബിജി ബിജി ഇടണം. നോക്ക്. ഇത്ര നാളായിട്ടും കുരുമുളക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടെ? മാറക്കൂടെ. ഞാൻ അമ്മായോട് ചോദിച്ചു, അമ്മായാണ് പറഞ്ഞു ഇങ്ങനെ. അമ്മായി ഉള്ള വാവയെ നിനക്കറിയാലോ. അമ്മാറ പോ, ഞാൻ ചെയ്യാം. പോ പോ. ഒന്നും അറിയാത്ത കുഞ്ഞ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മതി. ഇത് ഇത്രയും ചതയ്ക്കണോ? അത്രയും വേണ്ട, ആവശ്യത്തിന്. എത്ര വേണം? നീ എടുക്കുമാളൂ, അത് മൊത്തം എന്തായാലും ചതയാൻ പോണില്ല. കാശ്മീരി ചില്ലി, ഉപ്പ്. ഓ, നീ കഴിക്കാത്തത് കൊണ്ടുള്ള ആത്മാർത്ഥത കുറവ് അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ആ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പെപ്പർ പൊടിയല്ലേ മേടിക്കണേ, അല്ലാണ്ട് ഇങ്ങനെയൊന്നും മേടിക്കാറില്ലല്ലോ. അമ്മയോട് ചോദിച്ചാൽ അമ്മായി പറഞ്ഞാൽ മുഴുവനായിട്ട് ഇട്ടോളാം. കുഞ്ഞുവാവ അതെ, ഇന്ന് വരെ പച്ചക്കുരുമുളക് വെച്ച് ഒന്നും ചെയ്തിട്ടില്ല. പാവം. അതൊന്നും ഓഫ് ചെയ്യോ? ഉള്ള സത്യം പറയാനല്ലോ, ചെയ്തിട്ടില്ല. നീ അത് ചതച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇതും കൂടി പുരട്ടി വെക്കാമായിരുന്നു, ചതച്ചതും കൂടി. മനസ്സിലായോ? നീ ഇപ്പൊ അത്രയും നേരം വൈകൂലേ? ഇനി എന്തൊക്കെ പണിയുണ്ടെന്നറിയോ? എന്ത് പണി? പണിയുണ്ട്. ആദ്യം ചതച്ചതാ. അത് പൊക്കിയേ, അത് പൊക്കിയേ, പൊക്കിയേ. എന്താ കാലം കുറേ ആയേ, അല്ലാണ്ട് അമ്മായിയെ പോലെ അല്ല കേട്ടാ. അത് ചെയ്തു കുറ്റം പറയണേ. പറഞ്ഞോട്ട് മോളെ, ഇനിയിപ്പൊ എത്ര നാള് അല്ലേ? ഓ, ഇമോഷണൽ ഡാമേജ്. അമ്മയെ ഓർക്കണേക്ക് അത് ഏറ്റില്ല, അത് ഏറ്റില്ലല്ലോ എന്ന് ഓർക്കണം. എപ്പ പറഞ്ഞാ നിന്നോട് ഇതൊന്ന് ചതച്ച് വെക്കാനായിട്ട്. നോക്ക്. ആ, എടുത്ത് എന്നാ മതിയോ? ഇട്ടോ. ഇത്രേ ഉള്ളൂ. ഇതായിരിക്കണ കുരുമുളകല്ലേ? അത് ഞാൻ പിച്ചിട്ടില്ല. പറഞ്ഞോളൂ. ഞാൻ ഇപ്പോഴാണ് അത് ആലോചിച്ചത്. എന്താണ്? ഞാൻ ക്ഷമിക്കാനും സഹിക്കാനും പഠിച്ചു. എന്തത്? അല്ല, പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴല്ലോ ഓരോന്നും അപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ല മാളു. അറിഞ്ഞൂടെ? എനിക്കറിഞ്ഞൂടെ. അമ്മ ഏത് ലോകത്താണെന്തോ. ഇത് ഏത് യൂണിവേഴ്സാ? ഇത് ഏത് യൂണിവേഴ്സാണ്? കുറച്ച് ഇതിന്റെ മറുപടി എടുത്തു. അതെ, എപ്പ പറഞ്ഞത്? ഞാൻ ചെമ്മീൻ കൊള്ളാൻ നേരത്തെ ഞാൻ പറഞ്ഞതാ. ഞാൻ വാഴയിൽ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് വാട്ടി വെച്ചേക്കണേന്ന്. മറന്നുപോയി. ആ, നിന്നോട് എപ്പ പറഞ്ഞ കുരുമുളക് ചതച്ച് വയ്ക്കാൻ? ഇതിന്റെ മറുപടി 5 മണിക്കൂർ എനിക്ക് മാത്രല്ല അല്ലേ, അല്ലെങ്കിൽ ഭയങ്കര ചേച്ചി പറഞ്ഞ അപ്പം താഴെ പറയാണല്ലോ. ഇന്നല്ലേ ഇമോഷണൽ ഡാമേജ്. പക്ഷെ അത് 1 മണിക്കൂർ കഴിഞ്ഞ മറുപടി കിട്ടൂലെന്നേ ഉള്ളൂ. നീ ഒന്ന് വേഗം തരുമോ? എൻ്റെ കൈ പുകഞ്ഞിട്ട് പോയി. ഒന്നാമത് ഈ ചെമ്മീൻ്റെ സാധനമൊക്കെ കൊണ്ട് മുള്ളൊക്കെ കൊണ്ട് കൈ കുത്തി നിറഞ്ഞു. ചെമ്മീൻ മുള്ളുണ്ടോ? അതിലെന്തായാലും വെച്ചു വച്ചിരുന്ന എന്ത് കയ്യില് കൊള്ളാൻ? എന്തത് ചെമ്മീനില്ലേ വെച്ചുവേ? എന്നുവെച്ചാ അതൊന്നും അറിയില്ലേ? ഇല്ല. ഓ, നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയാം. പറ കേക്കട്ടെ. കത്തി പോലെയുള്ള ഒരു സാധനമാണ് വെച്ചുവാ. വെച്ചുവേ? എന്നിട്ട്
അതാണ് ഈ ചെമ്മീൻ പിടിച്ചോണ്ടിരുന്നത്. മുള്ളുള്ള കാര്യം ഇയാൾക്ക് അറിഞ്ഞൂടെ? അതൊരു വലിയ കാര്യമൊന്നും അല്ല, ചെറിയ ആ മുള്ളന്റെ കയ്യിൽ കുത്തി കേറി എന്നാണ് ഞാൻ പറഞ്ഞേക്കണം. അവിടെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കുത്തി കേറി. എന്നിട്ട് ആ മുളക് പൊടി, ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഈ കുരുമുളകും ഇട്ട് പെരട്ടുമ്പോ ആ എരിവ് ഇതിലൊക്കെ കയ്യിൽ കയറി പൊള്ളുന്ന ഞാൻ പറഞ്ഞു. നിന്നോട് അതിലിട്ട് വരവാൻ പറഞ്ഞ നമ്മൾ ചെയ്ത ഇയാള് വരകോ? നീ ചെയ്തില്ലേ? അഹങ്കാരി. കുറച്ച് അഹങ്കാരമൊക്കെ വേണ്ടേ? ഹലോ, അവിടെയുള്ള ദേഷ്യം കൊണ്ട് തീർക്കണം. ഇന്നത്തേക്കാ ഞാൻ ചോദിച്ചിരിക്കണേ, നാളത്തേക്കല്ല. ഇന്നത്തേക്കാ ചോദിച്ചിരിക്കണേ. അമ്മായിയോടുള്ള ദേഷ്യം തീർക്കണം. അമ്മായി അല്ല, ആണ് അമ്മായിലുള്ള ദേഷ്യം ഞാൻ അമ്മായിനോട് തന്നെ തീർക്കത്തുള്ളൂ. നിന്നോട് തീർത്തിട്ട് എന്ത് കാര്യം? എന്തോ പറയാൻ വേണ്ടി പറഞ്ഞാണ് ആലോചിക്കണേ. ഇനിയിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത് പോരത്തുള്ളൂ. എന്റെ അടുത്തല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. ഞാനാകുമ്പോ തിരിച്ചൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ പിന്നെ നീ കടിക്കുവോ? നിനക്ക് 2 തേറ്റ പല്ലൊക്കെ ഇരിക്കല്ലേ യക്ഷിയെ പോലെ. ഞാനാകുമ്പോ കടിക്കൂ. നാളെ പാടിയിട്ടുണ്ട് കേട്ടോ. ആ, അമ്മ ഇനി ഒരു കാര്യം ചെയ്യോ, നമ്മുടെ ദോശക്കല്ലെടുത്ത് വയ്ക്കോ. കല്ലെടുക്കണ്ടേ? എന്തെടുക്കണ്ടേ? ദോശക്കല്ല്. ആ, ദോശക്കല്ല് വേണം. അമ്മ ഇന്ന് ഇവിടെയൊന്നും അല്ല കേട്ടോ. വെറുതെ എന്തിനാണ് ചേച്ചി അമ്മയുടെ വൈദ്യുതി വാങ്ങിച്ചത്? രസമല്ലേ? ആർക്ക്? എനിക്ക് കേൾക്കാൻ രസമല്ലേ? ചീത്ത പറയണൊക്കെ. ചീത്തയല്ലല്ലോ പറയണേ. ഇളക്കിക്കൊണ്ടിരുന്നാ മതി. ഓരോന്നിന്റെ പോകും. മാളു, നീ ഒരു കാര്യം ചെയ്യണം. നമ്മുടെ മൂടിയില്ലേ, വലിയ മൂടി, ഉരുളി മൂടുന്ന വലിയ മൂടി അടുത്തുണ്ടോ? ഞാൻ കൈ കഴുകിയിട്ട് വരട്ടെ. അമ്മായി എരിയുന്നു. മാളു, ഇപ്പുറത്തോട്ട് വരുമോ? അമ്മായി അടുപ്പ് നന്നായിട്ട് കത്തിക്കോ. ഇതാ ഈ ചരട് വെച്ചിട്ട് ഇവിടെ ഒരു കെട്ട് കെട്ടുക, ഇവിടെ ഒരു കെട്ട് കെട്ടുക. ഓക്കെ? ഇത് ചാരം തന്നെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കഴുകിയതല്ലേ? ഇതെടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കാമോ? ഇത് ചെമ്മീനാ? സ്ഥലം വേണ്ടേ? അത് നീ ഒരു 2-3 കഷ്ണം അങ്ങനെ മുറിച്ച് ഒറ്റ കെട്ട് മതി മാളു. ഇന്ന് വൈകുന്നേരം അല്ലേ നിന്റെ നോമ്പ് തീരുന്നേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ കഴിക്കാം. നീ പോയി നോമ്പൊക്കെ മുറിച്ചിട്ട് വാ. ഇത് ഒറ്റക്കെട്ടിലേ എറുകൂല. ആ, അപ്പൊ 2 കെട്ട് വെച്ച് അടുപ്പ് കത്തണ്ട അമ്മായി. അമ്മായി ഇരിക്കുന്നില്ലല്ലോ ഇവളെ വെയിറ്റ് ചെയ്ത്. നമുക്ക് നേരത്തെ കഴിക്കാമല്ലോ. അവള് കളരിയിലൊക്കെ പോയിട്ട് നോമ്പൊക്കെ തീർത്തിട്ട് വരട്ടെ. ഇത്രയും കുഞ്ഞെടുക്കല്ലേ ചേച്ചി? കുഞ്ഞല വേണ്ടാന്നല്ലേ? ശരി അമ്മല്ലോ, ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയുമാളൂ, ക്ഷമിച്ചേരെ. കാര്യം ചെയ്യാം, നീ ഇത്രയും വലിയ ഇലയാണെങ്കിൽ 3 വെക്കട്ടെ. ഇത് നല്ല കത്തണ്. 2-3 നീ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മായും കൂടി കിട്ടും.
റസ്ക് പോലെ അല്ലേ? റസ്ക് ബിസ്ക്കറ്റിന്റെ കുക്കി പോലെ അല്ല കുക്കിയാണ്. വാ തുറക്കല്ലേ. എന്താ ശരിക്കാൻ വയ്യ ചേച്ചി. നിങ്ങൾ രണ്ട് സംസാരിച്ചോ? എനിക്ക് കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം. നാളെ നമ്മൾ ഇനി മിണ്ടുള്ളൂ. നമ്മൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കണ്ടോ? വേണമെങ്കിൽ എന്നോട് ഇപ്പം മിണ്ടിക്കോ. എന്നെ നമ്മൾ പിണങ്ങിയില്ല. ഇപ്പൊ പറഞ്ഞ പിണങ്ങി അല്ല, നിനക്കൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞല്ലേ. അത് പിച്ച് പിച്ചേക്ക് അത് അങ്ങ് ഫുള്ളോടെ അങ്ങ് വായിട്ടൂടെ. ഞാൻ എനിക്കിഷ്ടമുള്ള ബിസ്ക്കറ്റ് ഞാൻ കഴിക്കും. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ തിന്നും. നീ എന്നെ പഠിപ്പിക്കണ്ട. കിട്ടിയാ ഇപ്പൊ അത്രയും കൂടെ കഴിച്ചെന്താ ഇപ്പം? ഇവിടെ കഴിച്ചെന്റെ വയറെന്നറിയും. പിടി അമ്മ ഇതും കൂടെ കഴിച്ചോ. നീ കഴിച്ചോ? നീ വേറെ നിനക്ക് മതിയല്ല. ഇല്ല എന്നാ കഴിക്കാതെ. എൻ്റെ കയ്യിലൊന്നും ഇരിക്കല്ലേ. നിനക്ക് മതി എന്ന് പറഞ്ഞ പോലെ എനിക്കും മതി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നാ മതിയെന്ന് പറഞ്ഞോ? ഫോട്ടിന് എന്തോ പറ്റി. അമ്മയുടെ വായിന്ന് എന്റെ വായിന്ന് ഒക്കെ ചേച്ചി തോറ്റു പോകണല്ലോ. ഞാൻ തോറ്റിട്ടൊന്നും ഞാൻ ചേച്ചി തന്നേക്കണേ. ഏത് രീതിയിലും തോക്കാനാ നമ്മള്. അതെ നിങ്ങളവിടെ നിന്ന് കളിക്കാൻ എനിക്ക് കിട്ടൂല. എനിക്കയ്യേ. ആ കപ്പല് വരികയാണോ പോവുകയാണോ? വരിക പോവുക എന്ത് വേണേലും ചെയ്തേട്ടാ, ഞാൻ പോണു. അത് വന്നാലും ഒന്നുമില്ല പോയാലും ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ അത് ഇവിടെ വന്നിട്ട്? ഒന്നുമില്ലല്ലോ. ഞാൻ പോണം. ആണല്ലേ? അത് ഞാനാണുള്ള പോലെ ഇരുന്നേച്ച് ഞാൻ ഇതേ പോണു. അമ്മ ഇതൊന്ന് തിരിച്ചിടാവോ? ഞാൻ അപ്പോഴേക്ക് ആ പണി തീർക്കട്ടെ. പെട്ടെന്നാ തിരിച്ചിട്ടോ? ആനയാണോ ഇതിൽ കിടന്നത്? ആനയല്ലല്ല. എന്താ എനിക്ക് കുറച്ച് താമസം വന്നേ. എന്താ ആനയല്ലല്ലോ അതിലിരിക്കുന്നത്. താമസിച്ച് ചെയ്യാൻ ഒരു കൊഞ്ചല്ലേ ഇരിക്കുന്നേ എന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ പൊന്നോ തർക്കുത്തരം. ആർക്കും വലുത് വേണ്ടേ? അപ്പൊ വലുത് എനിക്ക്. ഞാൻ പറയുന്നു വലുത് ടേസ്റ്റ് കാണത്തില്ല. എക്സ്പ്രഷൻ ഉണ്ടാ? വലിയ ടേസ്റ്റ് ഇല്ല. അച്ചോക്കോ കൊള്ളാമോ? ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, ഞാൻ പറഞ്ഞു അത് എടുക്കരുത്, ടേസ്റ്റ് കാണൂല. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. അയ്യോ അപ്പൊ എനിക്ക് ബുദ്ധിയില്ലാണ്ടായി പോയി. വലുത് നോക്കിയെടുത്താ. മളു നീ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പ്ലേറ്റും കൊണ്ടുപോവാ. കത്തിയും കൊണ്ട് കത്തി വെന്തിട്ടുണ്ടാവൂലേ? പോവാ പ്ലേറ്റ്
ചേച്ചി എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടോ. സമയായോ? ശരി, ചെമ്മീൻ വെച്ചേക്കണം. അതെന്തായാലും പിന്നെ വെക്കൂലേ. പോട്ടെ ഞാൻ. ഓക്കെ, ബൈ ബൈ. ബൈ. ബാക്കി ഉണ്ടെങ്കിൽ വെച്ചേക്കാം. ബാക്കി ഉണ്ടാവും, അമ്മ കഴിക്കൂല. ശരി, പോയിട്ട് വാ, വേഗം വാ. അമ്മായി, ടേബിൾ സെറ്റ് ചെയ്തോ, ഞാൻ വരാം. പോട്ടാ. ഓക്കെ. കരിഞ്ഞതെടുക്കാം. കഴിഞ്ഞതാ ഉണ്ട്. കരിഞ്ഞത് അത് മതി, ഇതങ്ങട്. ഇനിയുണ്ടല്ലോ ഇവിടെ തപ്പി പിടിച്ചാൽ കിട്ടും കരിഞ്ഞത്. ആ, കിട്ടിയാ? പൊറോട്ട എടുത്തോ അമ്മായി. എടുക്കാം. ഇതിനെ ഒരു പരുവത്തിലെത്തി കിട്ടും. ഇലയെ കരിഞ്ഞിട്ട് ആ പച്ചക്കുരുമുളകും കൂടി കടിക്കുമ്പോഴേ പൊളി. ഈ പൊറോട്ട വേണ്ട, നല്ല ടേസ്റ്റ്. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. സൂപ്പർ അമ്മായി. അളവിന് വെച്ചേക്കണ കേട്ടാ. ചൂട് ചായ കൂടെ കുടിച്ചോക്കും, പൊളിക്കും. പച്ചക്കാന്താരി ഹൈലൈറ്റ് കേട്ടോ, അടിപൊളി. കാന്താരി അല്ലല്ലോ, സോറി, പച്ച കുരുമുളക് ഹൈലൈറ്റ് സാധനം. ഇലയ്ക്ക് അകത്തായിരുന്നെങ്കിലും നല്ല മുറുകി. ഞാനിപ്പോ ഒരു ട്രിക്ക് കാണിച്ചേരാം. ട്രിക്ക് കണ്ടോണം. അതെല്ലാം ഇങ്ങനെ നീളത്തിന് വെച്ചിട്ട് ചുരുട്ട്, അതല്ലേ മുറിയുന്നത്. ആദ്യം ഇതല്ലേ വായിൽ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കിട്ടുമ്പോഴേ ഇത് അരിമാവ് നിറച്ചിട്ട്